2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണമാലിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കണ്ണമാലി വിശ്വജ്യോതി സാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ ജ്വാല നടത്തി. കണ്ണമാലി വിശ്വജ്യോതി സാംസ്കാരിക വായനശാലയ്ക്ക് സമീപം നടത്തിയ ചടങ്ങ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനമായ ദീപം വത്സൻ മെഴുകുതിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ദീപശിഖ പ്രതിഷേധ ജ്വാല എന്തുകൊണ്ടും ആവേശഭരിതമാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ ഘടകമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുടെ താണ്ഡവ സമയത്തും ഇത്രയധികം ആളുകൾ ഇവിടെ കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ പത്രമാധ്യമങ്ങളിലും ഞങ്ങൾ നടന്ന് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ കടൽഭിത്തി വേണമെന്നും പുലിമുട്ട് വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ചക്കാലം തന്നെ ഒരു ലേഖന പരമ്പര തന്നെ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. ആ പദ്ധതിക്ക് ഇന്നും നടപടി തീർത്തുമായിട്ടില്ല എന്നുള്ള വസ്തുത ഈ പ്രതിഷേധ ജ്വാല കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കടൽഭിത്തിയും പുലിമുട്ടും വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇതെല്ലാം ഇക്കാലം അത്രയും ചെന്ന് പതിച്ചത് ഭദ്രകർണങ്ങളിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ജനകീയ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാരിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വിശ്വജ്യോതിയുടെ സാംസ്കാരിക നിലയത്തിന്റെ കീഴിൽ നമ്മൾ ഈ പ്രതിഷേധ ജ്വാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ഈ കണ്ണമാലി തീരദേശ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും, ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ഒറ്റ ഒരു തിരമാലയിൽ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൺമുൻപിൽ കണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെട്രോപാഡ് ഉപയോഗിച്ച് ഈ കടൽഭിത്തി സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ തീരദേശ ജനതയെ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യതയാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഷേധ ജ്വാല എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ അവർക്ക് ഭീഷണിയാവുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പറഞ്ഞു. ജനകീയ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുന്ന അധികാരികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഉപവാസ സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത നടപടി പിൻവലിക്കുക, പോലീസ് നീതി പാലിക്കുക, കടലാക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക, ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ജോസി പയേരി അധ്യക്ഷനായി. ജോഷി പാലക്കൽ സ്വാഗതം പറഞ്ഞു. ബിനു മാവുങ്കൽ, ലൗജൻ കണ്ണമാലി, ജോസഫ് ജാക്സൺ, വി ജി ഫ്രാൻസിസ്, എം എൻ പത്മനാഭൻ, പി എ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.